ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് കാരണം ഇന്നത്തെ വീഡിയോ തന്നെയാണ്. ഇന്നൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ലൈവായിട്ട് വർക്ക് ചെയ്യുന്നതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഫ്രീ ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഏറ്റവും ചെറിയ വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. കാരണം ഇത് റെഫറൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. റെഫറൽ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തുക നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആദ്യം തന്നെ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ദയവായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ ഫ്രീ ടൈമൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേര് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. കാരണം ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഡെയിലി ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ചാനലിലും അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നോക്കി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ വർക്ക്, ഇന്നത്തെ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ലവ്ലി പ്ലാൻസ് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് പോയി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാലറ്റ് ഓപ്ഷൻസ് ഒന്നും കിട്ടുന്നതല്ല. ഇത് റെഫർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് റെഫർ ചെയ്ത് ഒരാളുടെ റെഫറൽ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് വിഡ്രോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് നേരിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ വെറുതെ ഒരു ക്ലിക്ക് കൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ വെറുതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഫ്രീ ടൈമിൽ സിമ്പിൾ വർക്കുകൾ ചെയ്ത് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ലവ്ലി പ്ലാൻസ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്കെന്ന് പറയാനായിട്ടൊന്നുമില്ല. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ വർക്കാണ്. നമ്മളുടെ മറ്റുള്ള ജോബുകളൊക്കെ നോക്കുമ്പോൾ അതിനെക്കാട്ടിലും ഒക്കെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഈ ഒരു ലവ്ലി പ്ലാൻസിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾക്കൊരു ഗെയിം പോലൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു ഈസി വർക്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ബാക്കി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ലോഗിൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് സൈനപ്പ് എന്നുള്ളൊരു ഭാഗമായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആയി കിടക്കുന്ന ഏതെങ്കിലും ഒരു ഇമെയിൽ ID ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിനകത്ത് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ടിക്ക് ചെയ്യുക, എന്നിട്ട് സൈനപ്പ് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഓപ്ഷൻസും എന്തൊക്കെയാണ്, ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനകത്ത് ഏൺ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓൺലൈൻ ജോബാണ്. നമ്മൾ സാധാരണ പറഞ്ഞിട്ടുള്ള ആപ്പിനെക്കാട്ടിലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണ് ഇതിനകത്ത് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊരു ചെടിച്ചട്ടി പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. അതിൻ്റെ താഴെ സീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് വാട്ടറുണ്ട്, പിന്നെ ഫെർട്ടിലൈസറുണ്ട്, സെല്ലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സീഡ് മാത്രമേ ആക്റ്റീവായിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ
ഈ ഒരു പോട്ടിനകത്ത് നമ്മളൊരു പ്ലാന്റ് വളർത്തണം. ആ ഒരു പ്ലാന്റ് വളർത്തുക, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വളമിട്ട് കൊടുക്കുക. അങ്ങനെ ഇതിനകത്തുനിന്ന് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുക. ആ ഒരു കളക്ട് ചെയ്യുന്ന ഫ്രൂട്ട്സിൻ്റെ എമൗണ്ട് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പൈസ കിട്ടുന്നത്. അപ്പോൾ മാക്സിമം ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് ആകുന്നത്. അപ്പോൾ നമ്മുടെ ചെടി നമ്മൾ വെള്ളം ഒഴിച്ചും വളം ഇട്ടുമൊക്കെ വലുതാക്കിയതിന് ശേഷം നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത സീഡ് ഇടുക. അങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ നോക്കുമ്പോൾ എനിക്കിപ്പോൾ 2803 ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് ഞാൻ തന്നേക്കുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ആ ഒരു ലിങ്ക് വഴി വേണം നിങ്ങൾ ഇതിനകത്ത് കയറാൻ. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലറ്റിൻ്റെ ഓപ്ഷൻ വരത്തില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിജിവാട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഡിജിവാട്ട്സിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും ഇങ്ങനെയാണ്. അതെല്ലാം റെഫറൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. റെഫറൽ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ലിമിറ്റ് എത്തുമ്പോൾ നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ റെഫറൽ കോഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 1000 ഫ്രൂട്ട് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ 1000 കാണും. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വയലറ്റ് കളർ, ഇതിന് ജെംസ് എന്നാണ് പറയുന്നത്, ജെം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജെം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പ്ലാന്റ് വെള്ളം ഒഴിക്കുന്നതും അതുപോലെ തന്നെ ഫെർട്ടിലൈസറൊക്കെ ഇടണമെങ്കിൽ നമുക്ക് ഈ ഒരു ജെമ്മ് അത്യാവശ്യമാണ്. ഇപ്പോൾ സീഡ് നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ജെമ്മ് കളക്ട് ചെയ്യാൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നമ്മൾ കൂടുതൽ വളർത്തി അതിനകത്തുനിന്ന് ഫ്രൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ജെമ്മ് കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ഇത് സൈഡിൽ തന്നെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ജെം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കിട്ടും. എനിക്കിപ്പോൾ ഇവിടെ 133 ജെംസ് ഉണ്ട്. അപ്പം ജെംസൊക്കെ ഇതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരാം. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കളക്ട് ജെംസ് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷനാണ് വരുന്നത്. വാച്ച് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, പിന്നെ ടാസ്കുകളുണ്ട്. അപ്പോൾ വാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ആഡ് കാണുന്നതിന് നമുക്ക് ഒരു ജെമ്മാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ആഡ് കണ്ടുകൊണ്ട് ജെംസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ആഡ് കണ്ടു കഴിഞ്ഞിട്ട് ഒരു 20 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു ആഡ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് മാക്സിമം ആഡ്സ് കണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ജെംസ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിനകത്ത് പ്ലേ ടൈം ഉണ്ട്. ഇതിനകത്ത് പ്ലേ ടൈമിനകത്ത് നമുക്ക് ചെറിയ ചെറിയ ഗെയിംസൊക്കെയാണ്. ഗെയിംസ് കളിച്ചിട്ട് നിങ്ങൾക്ക് ജെംസ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ കമ്പനി വന്നിട്ട് പിന്നെ അത് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഗെയിംസ് ഉണ്ട്, അല്ലാതെ ചെറിയ ചെറിയ ആപ്ലിക്കേഷനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനകത്ത് അവർ ഓരോ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു പോയിൻറ്റ്സിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് ജെംസ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഓരോ 10 പോയിൻറ്റ്സിനും ഒരു ജെംസ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജെംസ് കളക്ട് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഏത് ചെയ്താലും കറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് ആ ഒരു പോയിൻറ്റ്സ് കറക്റ്റായിട്ട് തന്നെ അവർ തരുന്നതാണ്. ഞാനപ്പം ഇതിനകത്ത് ഇതുപോലത്തെ ടാസ്കുകൾ ചെയ്ത് ഗെയിം കളിച്ചിട്ട് ഞാൻ പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പോയിൻറ്റ്സൊക്കെ കൃത്യമായിട്ട് തന്നെ കയറും. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചിലതിനകത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതിനകത്ത് എമൗണ്ട് കിട്ടാറില്ല ചിലതിനകത്തൊക്കെ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ധൈര്യമായിട്ട് ഏതെങ്കിലും ചെറിയ ഗെയിംസ് കളിച്ചിട്ടാണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് ഇവർ പറഞ്ഞേക്കുന്ന ആ ഒരു എമൗണ്ടൊക്കെ എത്തിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് ജെംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ജെംസ് ക്രിയേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ് ഈ സൈഡിലും കൊടുത്തേക്കുന്നത്. ഇതിനകത്തും പ്ലേ ടൈമിനകത്ത് ഗെയിംസാണ് വരുന്നത്. ഏൺ മോർ എന്ന് പറഞ്ഞതിനകത്ത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ടാസ്കുകൾ തന്നെയാണ് വരുന്നത്. പിന്നെ മിനി ഗെയിംസ് ഉണ്ട്, ഇതിനകത്തും ഗെയിംസാണ് വരുന്നത്. പിന്നെ മോർ ആപ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിജിവാട്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതുപോലെ തന്നെ ഏണിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ റേറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വലതുഭാഗത്തൊരു 3 ബാറുണ്ട്. ആ ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിനകത്ത് ഇപ്പുറത്ത് റെഫറൽ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചെടിച്ചട്ടി ഇപ്പോൾ ഇവിടെ കാലിയായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്ന് കാണിക്കുക. അപ്പോൾ സീഡ് എന്നുള്ള ഈ ഒരു ഐക്കണിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒരു സീഡ് വീണിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് വാട്ടർ ചെയ്യാൻ. അപ്പം വാട്ടർ ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ആദ്യത്തെ തവണ ഫ്രീ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ നമുക്ക് ഒന്ന് വാട്ടർ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേന് ഇതാ ഇവിടെ വാട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടി ചെറുതായിട്ട് ഇവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന ഓരോ ഫ്രൂട്ട്സിനും ഒരു പോയിന്റ് വെച്ചിട്ട് ഇതാ ഇവിടെ കയറുന്ന നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓരോരോ ഫ്രൂട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ പോയിൻറ്റ്സ് അതിൻ്റെ ആ ഒരു ഫ്രൂട്ട് ഐക്കണിൻ്റെ അവിടെ തന്നെ കൂടുന്നുണ്ട്. ഇപ്പോൾ 2808 അപ്പോൾ ഇതിനകത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വരും. അപ്പോൾ അതും നമ്മൾ ക്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 262 സെക്കൻഡ് കഴിയുമ്പോഴാണ് നമുക്കിതിനകത്ത് വാട്ടർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ഫെർട്ടിലൈസർ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാം. 10 നമ്മുടെ ജെംസാണ് അതിന് വേണ്ടിയത്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തപ്പോൾ എന്താ കുറച്ചും കൂടെ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് തരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കളക്ട് ചെയ്യാം. അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. കണ്ടോ, ആദ്യം ഇപ്പോൾ ഒരു തവണ നമ്മൾ വെള്ളം ഒഴിച്ചു, ഒരു തവണ വളവും ഇട്ടു. അപ്പം കുറച്ച് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 211 സെക്കൻഡ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്കിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റും. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും വന്നിട്ട് ഫെർട്ടിലൈസറും അപ്പോഴേ എനേബിൾ ആയി വരും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് അപ്പോൾ നമ്മൾ ഓരോ തവണ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയും വളം ഇടുകയും ചെയ്യുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക. അങ്ങനെ ഓരോ സെക്ഷനും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 190 സെക്കൻഡ് കുറച്ചു നേരം നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പം കുറേ ഫ്രൂട്ട്സ് കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ ഇത് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് വാട്ടർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ഫ്രൂട്ട്സായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യാം. അത് കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും ഇങ്ങനെ ഫ്രൂട്ട്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് വെള്ളം കൊടുക്കാം. കണ്ടോ, ഞാൻ കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന വർക്ക്. ഭയങ്കര രസമുള്ള വർക്കാണ്. അപ്പോൾ ഒരു ചെടിക്ക് തന്നെ നമുക്ക് 1000-ൽ കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇത് ഫുൾ കളക്ട് ചെയ്യാം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് വന്നു. നമ്മുടെ പ്ലാന്റ് നോക്കുമ്പോൾ പ്ലാന്റ് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ കൊടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ആഡ് വരും. ആ ആഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് വരും. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് നമുക്ക് ഒന്നുകിൽ കളക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഫെർട്ടിലൈസർ ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താൽ കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ചെടി പെട്ടെന്ന് വളർന്ന് വലുതാവുകയും ചെയ്യും. വാട്ടർ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ചെടി പതിയെ ആയിരിക്കും വളരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 5 ജെംസ് വെച്ച് വാട്ടർ ചെയ്ത് പോകാം. ഫെർട്ടിലൈസർ ഇപ്പം 15 ആയിട്ടുണ്ട്. വാട്ടറിന് എപ്പോഴും 5 ജെംസ് തന്നെയാണ് വരുന്നത്. ഫെർട്ടിലൈസർ ഓരോ തവണ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആദ്യം നമുക്ക് 5 എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു, അല്ല 10 ആയിരുന്നു, ഇപ്പോൾ അത് 15 അങ്ങനെ 2-3 തവണ ആകുമ്പോഴത്തേന് ഇതിൻ്റെ എമൗണ്ട് കൂടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഈ ഒരു ഫ്രൂട്ട്സും കൂടെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫെർട്ടിലൈസറും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തപ്പോഴത്തേന് ഇതാ വീണ്ടും ഫ്രൂട്ട്സ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടിക്ക് വലിയ വ്യത്യാസമില്ല, ചെടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഫ്രൂട്ട്സ് കുറേ കിട്ടുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് നമുക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫെർട്ടിലൈസർ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസർ ഇടുന്ന എമൗണ്ട് കൂടിയിട്ടുണ്ട്, 25 ജെംസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കളക്ട് ചെയ്തിട്ട് ആ ഒരു ഫെർട്ടിലൈസറും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫുള്ളായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം എടുത്തു. അങ്ങനെ ഇത് സെല്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫുള്ളായിട്ട് വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ സെല്ലെന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നിടം വരെ നമ്മൾ വെള്ളം ഒഴിക്കണം, അതുപോലെ തന്നെ വളം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്ത് വരുന്ന ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വർക്ക്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ അവർ നമ്മളോട് ചോദിക്കും. നമ്മളിപ്പോൾ നമ്മുടെ പ്ലാന്റ് സെല്ല് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും.
അപ്പോൾ യെസ് കൊടുക്കാം നമുക്ക്. അപ്പം എന്താ, കൺഗ്രാജുലേഷൻ ഫോർ സെല്ലിങ് യുവർ പ്ലാന്റ്, യു റിസീവ്ഡ് 100 പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് സെല്ല് ചെയ്തപ്പോൾ നമുക്ക് 100 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരൊരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രൂട്ട്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വാലറ്റ് ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഏൺ ചെയ്ത പോയിൻറ്റ്സ് എല്ലാം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്പാൽ ത്രൂ ആണ് നമുക്ക് നമ്മളുടെ വിഡ്രോ വരുന്നത്. അപ്പോൾ 20,000 പോയിൻറ്റ്സിന് $2 വരുന്നത്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യുക, ഡെയിലി വർക്ക് ചെയ്ത് മാക്സിമം ഫ്രൂട്ട്സ് ഏൺ ചെയ്യുക. എന്നിട്ട് വിഡ്രോ ലിമിറ്റ് എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് പേയ്പാൽ വഴി വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഓൺലൈൻ ജോബൊക്കെ ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 2-3 ആപ്ലിക്കേഷൻസിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസം നല്ലൊരു തുക ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ആപ്ലിക്കേഷനുമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സൈറ്റുമായിട്ടോ നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.